ഇപ്പോഴും നമുക്കൊരു വാക്യം ധ്യാനിക്കാം, 2 വാക്യം ധ്യാനിക്കാം. മത്തായി 5-ാം അധ്യായം 3-4 വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സുഖരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇത് യേശുപ്പച്ചൻ പുരുഷാരത്തെ കണ്ടാറ് മലയിൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്നു. അവൻ തിരുവൈമൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, മലയിലുള്ള പ്രസംഗമാണ്. മലയിൽ കയറി യേശുപ്പച്ചൻ ശിഷ്യന്മാരും എല്ലാവർക്കും വേണ്ടി പറയുന്ന ദൂതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ 2 വാക്യം നമുക്ക് ധ്യാനിക്കാം ഇന്ന്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ കുറവായിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവം നമ്മൾക്ക് വേണ്ടി തന്റെ വാഗ്ദത്ത വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. ആത്മാവിൽ ദരിദ്രരായവർ, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു വാക്യം. ആത്മാവിൽ നമ്മളെ സ്പിരിറ്റിൽ എങ്ങനെ നമ്മൾ ഇരിക്കുന്നു എന്നാണ്. ഒത്തിരി വാക്യങ്ങൾ അറിയത്തില്ലെങ്കിലും നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾക്കിന്ന് കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളുമായിരിക്കാം, എന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോകുന്നില്ല. അവങ്കിലുമൊക്കെ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഇളവി നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച കർത്താവ്. ഈ രാവിലെ ദിവസം പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു കൃപ, ആശ്വാസം ലഭിക്കുന്ന ഒരു അനുഭവം. എൻ്റെ ജീവിതത്തിലും ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ, ദാവേ എന്നെ ആശ്വാസം പകരണമേ, എന്നെ ഒന്ന് മറയ്ക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കാറുണ്ട്. എനിക്ക് ആശ്വാസം നൽകിത്തരണം, സമാധാനം സന്തോഷവും നൽകിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കാം. സന്തോഷ സമാധാനവും തരുന്ന കർത്താവ്, സമാധാനത്തിൻ്റെ ഉറവിടം യേശുക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എവിടെ നിന്ന് വരുന്ന ഒരു അനുഭവം, കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. നമ്മൾക്ക് ഈ ലോക ജീവിതയാത്രയിൽ ഘോഷിക്കുവാനൊന്നുമില്ല. ഇന്ന് കാണുന്നവർ നാളെ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇന്നും നാളെ ഒന്നുമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത്. ആത്മാവിൽ സ്വർഗരാജ്യം, നമ്മുടെ സ്വർഗരാജ്യം തരുന്നത് കർത്താവ് യേശുപ്പച്ചൻ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവ് നമുക്ക് തരുന്നു. സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. സ്വർഗരാജ്യം എടുക്കുവാൻ, എങ്ങനെ ആശ്വാസം ലഭിക്കുവാൻ കർത്താവ് നമ്മളെ രാവിലെ ദിവസം ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത വാക്യം പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമി അവകാശമാക്കും. അങ്ങനെ ഈ അധ്യായത്തിൽ ഒത്തിരി വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ, നമ്മൾ സ്പിരിച്വൽ ലൈഫിൽ നമ്മളൊന്നുമില്ലെന്ന് തിങ്ക് ചെയ്താലും ദൈവം പറയാൻ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ള, സ്വർഗരാജ്യം നമുക്കുള്ള എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാവിലെ ദിവസം നമ്മൾ ധ്യാനിക്കാം 2 വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-4 വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.